വീണ്ടും വാർത്തകളിലേക്ക്. ഇന്നലെ നടന്ന പൊതു പണിമുടക്കിന്റെ മറവിൽ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ഇന്നലെ നമ്മൾ വാർത്ത നൽകിയതാണ്. പൊതു പണിമുടക്കിന്റെ മറവിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ ഹോട്ടൽ, അതേപോലെ തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർക്കുന്ന സാഹചര്യം. പിന്നീട് അവർ ഗുരുവായൂർ ക്ഷേത്ര കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർക്കെതിരെയാണല്ലോ പോലീസിന്റെ നടപടി. കൂടുതൽ വിവരങ്ങൾ സാനു. വിനോദ്, എന്തായാലും ഹർത്താലിൻ്റെ മറവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ ആ ക്ഷേത്ര പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വലിയ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ള ആ ഗുണ്ടകളെ നിലവിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഗുണ്ടകളെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹോട്ടൽ ഉടമകൾ നൽകിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരാതിയെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം അവരെ വിളിച്ച് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അനീഷിൻ്റെ പേര് പറയുകയും ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയുമാണ് പോലീസ് ഇന്നലെ കേസെടുത്തത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതായത് വഴിയോര കച്ചവട യൂണിയൻ നേതാവും ഒപ്പം തന്നെ CITU നേതാവായിട്ടുള്ള അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ ഒപ്പം രഘുവിന് എതിരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. PDPP വകുപ്പ് പ്രകാരം, അതായത് ഗുരുതര വകുപ്പാണ്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതര വകുപ്പുകളടക്കം ചേർത്തിട്ടാണ്, ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്തിട്ടാണ് നിലവിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് 2 കാര്യങ്ങളുണ്ട്. അതായത് ഈ അക്രമം നടത്തിയതിന് ശേഷം ഈ പ്രതികൾ ഓടി ഒളിച്ചത്, അതായത് 50ഓളം പേരുടെ നേതൃത്വത്തിലാണ്. ഇന്നലെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ കണ്ടതാണ്. 50ഓളം ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത്. അതായത് അതീവ സുരക്ഷാ മേഖലയാണ്. അതേ പോലീസ് കമാൻഡോസ് സുരക്ഷ കൊടുക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിലാണ്, അതായത് പടിഞ്ഞാറൻ നടയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ആദ്യം ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ആക്രമണം നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അടക്കം വലിച്ച് നിലത്തേക്ക് ഇട്ടതിന് ശേഷം തൊട്ട് സമീപത്തുള്ള ഓട്ടുപാത്ര വിൽപ്പന കടയിലും ഇവരുടെ അക്രമം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് പടിഞ്ഞാറൻ നടയിലുള്ള സൗപർണിക ഹോട്ടലിലേക്ക് ഇരച്ചെത്തി ഭക്ഷണം കഴിക്കുകയായിരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് വലിയൊരു അക്രമം അഴിച്ചുവിടുകയും അവിടെയുള്ള ഗ്ലാസ് ചില്ലുകളൊക്കെ തച്ചുടയ്ക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ ഹോട്ടൽ ഉടമകൾ നൽകിയിട്ടുള്ള പരാതിയെ തുടർന്നാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇത്രയും അധികം ആൾക്കാരെ സംഘടിച്ചുകൊണ്ട് ഇത്രയും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന, ഒപ്പം അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അത്രയധികം സുരക്ഷയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഇവർ മറിഞ്ഞു എന്ന് പറയുന്നത് വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യം തന്നെയാണ്. ആർക്കും സംഘടിച്ച് ഇത്തരത്തിൽ ആ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ആ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുകയും ഇത്രയും വലിയൊരു അക്രമമൊക്കെ നടത്താൻ സാധിക്കും എന്നുള്ളത് കൂടി തെളിയിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നലത്തെ ഈ ഹർത്താലിന്റെ മറവിലുള്ള ആ സംഘർഷമൊക്കെ മാറിയത്. ഒപ്പം തന്നെ ആയുധമേന്തിയിട്ടുള്ള പോലീസുകാരുടെ മുന്നിൽ തന്നെയാണ് ഇത്തരം ഒരു അക്രമം നടന്നതെന്നതും ഏറെ ശ്രദ്ധേയം. പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇന്നലെ തയ്യാറായില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകൊണ്ടുള്ള ക്ഷേത്ര കോമ്പൗണ്ടിൽ നടന്നിട്ടുള്ള ഈ അക്രമത്തിനെതിരെ ഇന്ന് വൈകിട്ട് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ കൂടി ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടക്കുന്നുണ്ട്. വിനോദ്, അതെ, ഇന്ന് വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടി നടക്കുന്നു. ഇന്നലെ നടന്ന പൊതു പണിമുടക്കിന്റെ മറവിലാണ് ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിലാണ് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്.